ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻസ് ഇംഗ്ലീഷ് കോർണർ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ നൗൺ സെഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പാർട്ടുകളിലായിട്ടാണ് നൗൺ പഠിച്ചത്. പിന്നെ ഒരു വൊക്കാബുലറിൻ്റെ ഒരു പാർട്ടും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ക്ലാസ്സുകളെല്ലാം കാണണം. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോനൗൺ ആണ്. ഓക്കെ, അപ്പം പ്രോനൗണും പ്രോനൗണിൻ്റെ ടൈപ്സും അത് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവിൻ്റെ ടൈപ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി നമുക്ക് പ്രോനൗണിനെ കുറിച്ചിട്ടും അഡ്ജക്റ്റീവിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചെറിയൊരു ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ചെറിയൊരു ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പ്രോനൗൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, a pronoun is a word that is used instead of a noun or a noun phrase. അതായത് നൗണിന് പകരമായിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ, ഇതൊക്കെ പ്രോനൗൺ ആണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഓരോ കാരണവശാലും പ്രോനൗൺ എന്താണെന്നും പ്രോനൗൺ ഏതൊക്കെയാണെന്നും ഇനി ഒരു കാരണവശാലും നിങ്ങൾക്ക് സംശയം വരാൻ പാടില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് മീന ഇസ് എ ഗുഡ് ഗേൾ ബട്ട് ഷീ ഈസ് നോട്ട് ഹാർഡ് വർക്കിംഗ്. അപ്പൊ ഇതിൽ നൗൺ ഏതാണ്? മീന അല്ലെ. പിന്നെ ഗേളും നമുക്ക് വേണമെങ്കിൽ നൗൺ ആണ്. ബട്ട് ഷീ ഈസ് നോട്ട് ഹാർഡ് വർക്കിംഗ്. ഇവിടെ ഷീ എന്നുള്ളത് ആരെയാണ് ഉദ്ദേശിച്ച് പറയുന്നത്? മീന അല്ലെ. അപ്പൊ മീനയ്ക്ക് പകരമാണ് ഇവിടെ പ്രോനൗൺ ആയിട്ട് ഷീ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ, ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ പ്രോനൗൺ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതിനനുസരിച്ചിട്ടാണ് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ എല്ലാം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കൈൻഡ്സ് ഓഫ് പ്രോനൗൺ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ പ്രോനൗൺ. അപ്പൊ പേഴ്സണൽ പ്രോനൗൺ എന്താണ്? പേഴ്സണൽ പ്രോനൗണിൽ തന്നെ 3 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. എന്താണ് ഫസ്റ്റ് പേഴ്സൺ? പേഴ്സൺസ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. അതായത് ഞാനിപ്പോ അവിടെ സംസാരിക്കുക, അപ്പൊ ഞാനാണ് അല്ലെ, അപ്പൊ അതാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ എന്താണ്? The person or people being spoken to. ഓക്കെ, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അത്. അതുപോലെ തേർഡ് പേഴ്സണോ the person spoken of. നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത് അതാണ് തേർഡ് പേഴ്സൺ. അപ്പൊ ഇനി ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇനി കൺഫ്യൂഷൻ വരാനേ പാടില്ല. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണിലും തേർഡ് പേഴ്സണിലും സബ്ജക്റ്റീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്, പൊസസീവ് കേസ് എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റീവ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ സബ്ജക്റ്റിന്റെ പാർട്ടിൽ വരുന്നതിനാണ് സബ്ജക്റ്റീവ് കേസ്. ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്നതിനാണ് ഒബ്ജക്റ്റീവ് കേസ്. പൊസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൊസസീവ് കേസിൽ പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സബ്ജക്റ്റീവ് കേസിൽ തന്നെ സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പേഴ്സണിലെ സബ്ജക്റ്റീവ് കേസ്, ഫസ്റ്റ് പേഴ്സണിലെ ഒബ്ജക്റ്റീവ് കേസ്, ഫസ്റ്റ് പേഴ്സണിലെ പൊസസീവ് കേസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പേഴ്സണിലെ സബ്ജക്റ്റീവ് കേസിൽ സിംഗുലറിൽ യൂസ് ചെയ്യുന്നത് ഐയും പ്ലൂറലിൽ യൂസ് ചെയ്യുന്നത് വിയും ആണ്. ഒബ്ജക്റ്റീവ് കേസിൽ സിംഗുലർ ആയിട്ടാണെങ്കിൽ മീയും പ്ലൂറൽ ആണെങ്കിൽ അസും. പൊസസീവ് കേസിൽ സിംഗുലർ ആണെങ്കിൽ മൈ, മൈൻ, പ്ലൂറൽ ആണെങ്കിൽ ours. ഈ സെക്കൻഡ് പേഴ്സണില് സബ്ജക്റ്റീവ് കേസിൽ സിംഗുലർ യു, പ്ലൂറലും യു. ഒബ്ജക്റ്റീവ് കേസിലാണെങ്കിലും സിംഗുലർ ആയിട്ട് യു, പ്ലൂറൽ ആയിട്ടാണെങ്കിലും യു. പൊസസീവ് കേസിൽ your, yours. പിന്നെ തേർഡ് പേഴ്സൺ വരികയാണെങ്കിൽ സബ്ജക്റ്റീവ് കേസിൽ സിംഗുലർ ആണെങ്കിൽ ഹി, ഷീ, ഇറ്റും, പ്ലൂറൽ ആണെങ്കിൽ ദേ. അതേപോലെ തേർഡ് പേഴ്സണിലോ ഒബ്ജക്റ്റീവ് കേസ് ആണെങ്കിൽ ഹിം, ഹർ, ഇറ്റ്, പ്ലൂറൽ ആണെങ്കിൽ ദം. പൊസസീവ് കേസ് ആണെങ്കിൽ ഹിസ്, ഹർ, ഇറ്റ്സ്, their,
theirs. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. അപ്പൊ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്താണ്? Words used for noun to point out objects. ഒബ്ജക്ട്സിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, this is my book, that is her house. അപ്പോൾ നമ്മൾ എന്താണ്, എൻ്റെ ബുക്കാണെന്ന് ഒരു പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദിസ് ഉപയോഗിച്ചു. അതേപോലെ ദാറ്റ് ഇസ് ഹെർ ഹൗസ്, അവളുടെ വീടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഓക്കെ, ഇനി അടുത്തതാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസ് എന്താണ്? വേർഡ്സ് യൂസ്ഡ് ഫോർ നൗൺ to express functions relating to who, which, that, whose, whom, etc. അപ്പം ഇതാണ് in the relative pronouns നമ്മൾ യൂസ് ചെയ്യുക. who, which, that, whose, whom, etc. എക്സാമ്പിൾ നോക്കിയാലോ, the man who has just entered the room is my friend. അപ്പൊ ഇവിടെ എന്താണ്? who ആണ് അല്ലെ? the book that I bought is very കോസ്റ്റ്ലി. അപ്പൊ ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് ആണ്. അപ്പം ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണിലെ ദാറ്റും റിലേറ്റീവ് പ്രൊനൗണിലെ ദാറ്റും തമ്മിൽ കൺഫ്യൂഷൻ പാടില്ല. ഓക്കെ, നമ്മൾ സെന്റൻസ് വെച്ചിട്ട് നമ്മൾ സെന്റൻസിന്റെ ഘടന അനുസരിച്ചിട്ടാണ് ഇത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണോ റിലേറ്റീവ് പ്രൊനൗൺ ആണോ എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സും വരുന്നുണ്ട്. അതിലും ദിസ്, ദാറ്റ്, ദീസ്, ദോസ് തന്നെയാണ്. നമ്മൾ അഡ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ്. വേർഡ്സ് യൂസ്ഡ് ഫോർ നൗൺ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൂ, വാട്ട്, വിച്ച്, ഹൂസ്, ഹൂം, എക്സെട്ര. ഇതൊക്കെ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഹു ടുക്ക് മൈ ബാഗ്, ഹൂം ഡിഡ് യു മീറ്റ്, എക്സെട്ര. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. Words used for noun in vague and general meaning. അതായത് ജനറൽ മീനിങ്ങിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, everybody, nobody, somebody, either, neither, all, much, several, each, others, another, etc. Example, all that glitters is not gold. Can anyone help me? ഇപ്പൊ കണ്ടോ, അവിടെ all വന്നു, anyone വന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ വരികയാണെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് എന്താണ്? റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. വേർഡ്സ് യൂസ്ഡ് ആസ് ഫോംസ് ഓഫ് പേഴ്സണൽ പ്രൊനൗൺസ് ഫോർ എംഫസിസ്. ഫോർ എക്സാമ്പിൾ, myself, ourselves, himself, herself, themselves, yourself, etc. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, I shall myself do this work. He baked a cake himself. അപ്പൊ അവിടെ myself ഇല്ലെങ്കിൽ അവിടെ himself എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതിനാണ് she എന്ന് പറഞ്ഞു. she വരുമ്പോഴോ she baked a cake herself എന്നാണ് വരിക. ഓക്കെ, അപ്പൊ അവിടെ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തതാണ് distributive pronouns. Distributive pronouns is used for individuals and objects referring to them as one at a time. അതിലും എന്തൊക്കെയാണ് എക്സാമ്പിൾ? either, neither, each, every, none, anyone, etc. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, either of the sisters is staying here. neither of his arms is defective. അപ്പൊ കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തതാണ് reciprocal pronouns. words used to point out mutual relationship. For example, each other, one another, etc. The brothers love each other. The kids spend the afternoon kicking the ball to one another. അപ്പൊ ഈ കാര്യങ്ങൾ അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് പ്രോനൗണിന്റെ ടൈപ്സും ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണോ അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസിനോ പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺ എന്ന് പറഞ്ഞു. പ്രോനൗണിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഡിഫറെന്റ് കൈൻഡ്സ്. ഏതൊക്കെയാണ്? ഒന്ന് പേഴ്സണൽ പ്രോനൗണിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അതിൽ തന്നെ സബ്ജക്റ്റീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്, പൊസസീവ് കേസ്, അതിൽ തന്നെ സിംഗുലർ ആൻഡ് പ്ലൂറൽ. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒരു സെന്റൻസിന്റെ ഘടനയെ തിരിച്ചറിയാൻ. ഓക്കെ, അതേപോലെ വേറെ ഏതൊക്കെ ടൈപ്സ് നമ്മൾ പഠിച്ചു? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് പഠിച്ചു, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. പിന്നെ റിലേറ്റീവ് പ്രോനൗൺസ്,
who, which, that, whose, whom. Interrogative pronouns, asking questions, who, what, which, whose, whom. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗണും ഇന്ററോഗേറ്റീവ് പ്രൊനൗണും തമ്മിൽ അവിടെ കൺഫ്യൂഷൻ പാടില്ല. കാരണം ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ എന്തിനാണ്? അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. റിലേറ്റീവ് പ്രൊനൗണോ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ മാൻ ഹൂ ഹാസ് ജസ്റ്റ് എൻറ്റേർഡ് ദ റൂം ഇസ് മൈ ഫ്രണ്ട്. പക്ഷേ ഇന്ററോഗേറ്റീവ് പ്രൊനൗണോ ഹൂ ടുക്ക് മൈ ബാഗ്. അപ്പോൾ അവിടെ ആ ഹൂ അവിടെ മാറിയത് കണ്ടോ? ഓരോ സെന്റൻസ് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറിയത് കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കൺഫ്യൂഷൻ പാടില്ല. ഓക്കെ. പിന്നെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ പറഞ്ഞു, റിഫ്ലെക്സീവ് പ്രൊനൗൺസ് പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ഡിസ്കസ് ചെയ്തു, റെസിപ്രോക്കൽ പ്രൊനൗൺസ് ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.